കാന്തപുരത്തിൻ്റെ ആ യാത്ര തുടക്കം മുതൽ ശ്രദ്ധിച്ച ആളാണ് ഞാൻ. സ്നേഹത്തിൻ്റെ ഒരു സൂഫി ഭാഷയാണ് അത് സംസാരിച്ചുകൊണ്ടേയിരുന്നത്. മനുഷ്യരെ ഈ പറയുന്ന ജാതികൾക്കും മതങ്ങൾക്കും അപ്പുറത്ത് ചേർത്ത് പിടിക്കുന്നതിനെ പറ്റി മാത്രമാണ്, അല്ലെങ്കിൽ ദൈവത്തോടുള്ള പ്രണയത്തെ പറ്റിയാണൊക്കെ അത് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ സമാപന വേദിയിൽ രാഷ്ട്രീയം വന്നു. കാന്തപുരത്തിന് വ്യക്തമായ അതൃപ്തി ഉണ്ടാക്കി. കാന്തപുരം അത് തിരുത്തുകയും ചെയ്തു. ഒടുവിൽ അത് മുഖ്യമന്ത്രിക്ക് മറുപടി പറഞ്ഞതാണെങ്കിലും പ്രതിപക്ഷ നേതാവിനും ആ അതൃപ്തിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലേ ശ്രീ രാജു പി നായർ? അല്ല, നമ്മൾ ഒരു വലിയ സമ്മേളനത്തിൽ ആ സമ്മേളനത്തിൻ്റെ ഒരു സ്പിരിറ്റിനെതിരായിട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് ജനങ്ങളെ അത് തിരുത്തുക എന്നുള്ളത് കൂടിയുണ്ടല്ലോ. ഇപ്പോൾ അവിടെ അത് പറഞ്ഞത് അതിന് തിരുത്തപ്പെട്ടു, അത്രേ ഉള്ളൂ. അത് ഒരു പറയുന്നതിൻ്റെ പൊള്ളത്തരം ജനങ്ങൾക്ക് ബോധ്യപ്പെടണമല്ലോ. അപ്പോൾ പറഞ്ഞതിൻ്റെ പൊള്ളത്തരം ബോധ്യപ്പെടാൻ വേണ്ടി അത് അവിടെ വെച്ച് തിരുത്തേണ്ടത് തിരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ നടക്കുന്ന ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. അതല്ലാതെ ഏതെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു തർക്കത്തിൻ്റെ ഭാഗമൊന്നുമല്ലല്ലോ. വെള്ളാപ്പള്ളിയുടെ കൊടും വർഗീയ പ്രസ്താവനക്കിടയിലും കോൺഗ്രസിന്റെ നേതാക്കളടക്കം ഇത് പൊതിഞ്ഞാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ നേർക്കുന്ന വിമർശനത്തിലേക്ക് പോയിട്ടില്ല. ഏറ്റവും ഒടുവിൽ ചെന്നിത്തലയോ കെ.സി. വേണുഗോപാലോ ഒക്കെ നോക്കിയാൽ പോലും അവരുടെ പ്രതികരണത്തിൽ ഒരു മൃദുത്വം അക്കാര്യത്തിലുണ്ട്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് വേദിയിൽ സംസാരിക്കുമ്പോൾ കൃത്യമായി തന്നെ പേരെടുത്ത് പറഞ്ഞത് ശരിയാണ്. പക്ഷേ കാറിൽ കയറ്റാം, പക്ഷെ കാറിൽ കയറ്റുന്നവരെ സൂക്ഷിക്കണം എന്ന് നേർക്കുന്നവർ മറുപടിയിലേക്ക് പ്രതിപക്ഷ നേതാവിന്റെ സ്വരം മൂർച്ചയുള്ളതാണെന്ന് എന്തുകൊണ്ടാണ് രാജു പി നായർ? അല്ല, ഞങ്ങൾ എല്ലാ കാലത്തും വർഗീയതയ്ക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ, അല്ലെങ്കിൽ ഞങ്ങൾ കൂർത്ത ഇത് തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു സമുദായ നേതാവ് ആ സമുദായ ആചാര്യൻ്റെ അല്ലെങ്കിൽ ആ സമുദായത്തിൻ്റെ ഒരു ദൈവതുല്യനായി കണക്കാക്കുന്ന അതിൻ്റെ ഒരു മാഗ്ന കാർട്ട എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗുരുദേവ ദർശനത്തിൽ നിന്ന് വിഭിന്നമായ ഒരു നിലപാടെടുക്കുമ്പോൾ അദ്ദേഹത്തോട് ആ ഗുരുദേവ ദർശനം ഓർമ്മിപ്പിക്കുന്നതിനേക്കാൾ ശക്തമായ ഏത് വിമർശനമാണുള്ളത്? SNDP ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച SNDPയുടെ കസേരയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക്, അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ ശക്തി ഏതെങ്കിലും വാക്കുകൾക്കുണ്ടോ? നമ്മൾ പലപ്പോഴും ഈ വാക്കുകളുടെ ശക്തി ഈ പറയുന്ന ചർച്ചകളിലൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടോ പോടാ എന്നൊക്കെ വിളിക്കുന്നതൊക്കെ ആണ് എന്ന് കരുതി പോകുന്നിടത്താണ് പ്രശ്നം. ഏറ്റവും ശക്തമായി എന്നെ സംബന്ധിച്ചിടത്തോളം ആ സമൂഹത്തിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ആ വർഗീയത പറയുമ്പോൾ അദ്ദേഹത്തിന് എതിരെ കൊടുക്കാവുന്ന ഏറ്റവും ശക്തമായ ഭാഷ ആ സമൂഹത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ആചാര്യനായിട്ടുള്ള ഗുരുദേവൻ്റെ ദർശനങ്ങൾക്ക് വിരുദ്ധമാണ് നിങ്ങൾ പറയുന്നത് എന്ന് തന്നെയാണ്. വെള്ളാപ്പള്ളി, നമ്മൾ രാജു പി നായർ, നമ്മൾ കേരളത്തിന്റെ ചരിത്രത്തോളം ഇങ്ങോളം എടുത്ത് പരിശോധിച്ചാൽ വെള്ളാപ്പള്ളി ആരെ തോപ്പിക്കുമെന്ന് പറഞ്ഞോ? അവരൊക്കെ ജയിച്ച ചരിത്രം UDFലും LDFലും CPMലും കോൺഗ്രസിലും ഒക്കെ ധാരാളമായി കാണാം. ഇനി G. സുകുമാരൻ നായരുടെ നോക്കൂ. G. സുകുമാരൻ നായർ ഇറങ്ങിപ്പണിയെടുത്ത വട്ടിയൂർക്കാവിലടക്കം എന്താണ് സംഭവിച്ചതെന്നുള്ളത് അറിയാം. അപ്പോൾ ഈ പറയുന്ന സമുദായ നേതാക്കൾ നേർക്കുനേർ പറയുന്നിടത്ത് പോയി വോട്ട് കുത്തില്ല അതിൻ്റെ സമുദായ അംഗങ്ങൾ എന്ന് കേരളത്തിന് നേരത്തെ ബോധ്യപ്പെട്ടതാണ്. രാഷ്ട്രീയക്കാർക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടു വരുന്നു എന്നുകൂടി നേർക്കുന്നവർ വിമർശനത്തിന് അർത്ഥമുണ്ടോ ശ്രീ രാജു പി നായർ? അല്ല, അത് എല്ലാ കാലത്തും ഞങ്ങൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ സമുദായ നേതാക്കന്മാരുടെ ഒന്നും മുണ്ടിൻ്റെ കോന്തലയിലല്ല കേരളത്തിലെ ജനങ്ങളുടെ ജനാധിപത്യ ബോധം. അവർ വളരെ കൃത്യമായിട്ട് ആ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള രാഷ്ട്രീയത്തിന് അവരെടുക്കുന്ന തീരുമാനമാണ്. അങ്ങ് സൂചിപ്പിച്ച പോലെ ഞാനും ചർച്ച പറഞ്ഞിട്ടുണ്ട്, ഇവരാരെയൊക്കെ ജയിപ്പിക്കാൻ നടന്നിട്ടുണ്ടോ അവരൊക്കെ തോറ്റ ചരിത്രമുള്ളൂ, ആരെയൊക്കെ തോറ്റിട്ടുണ്ടോ അവരൊക്കെ ജയിച്ച ചരിത്രമുള്ളൂ. സമുദായ നേതാക്കന്മാർ കുറച്ചുകൂടി പഴയ കാല രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിപ്പോയാൽ ജയിച്ചവർ നമ്മുടെ ആൾക്കാരെന്ന് പറയുന്നതാവും നല്ലത്. അതിനപ്പുറം ആരെങ്കിലുമൊക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജയിപ്പിക്കാനും തോൽപ്പിക്കാനും നടന്നാൽ ഇളിഭ്യരായി പോകുന്നു മാത്രമേ ഉള്ളൂ. ജയിച്ചു വന്നവർ ഞങ്ങളും കൂടി വിചാരിച്ചിട്ടാണ് ജയിച്ചു വന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് അത്യാവശ്യം ഈ ചർച്ചകളിലൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും. നോക്കൂ, ഇവിടെ ഹാഷ്മി എന്താ പ്രശ്നം? ഇവിടെ കഴിഞ്ഞ കുറേ നാളുകളായി 2024 തെരഞ്ഞെടുപ്പിന് ശേഷം ഭൂരിപക്ഷ സമൂഹം CPL നിന്ന് അകലുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ ഇസ്ലാമോഫോബിയ കത്തിക്കുകയാണ്. കേരളത്തിൽ 4 അന്താരാഷ്ട്ര എയർപോർട്ടുകളുണ്ട്. ആ 4 അന്താരാഷ്ട്ര എയർപോർട്ടുകളിലും സ്വർണ്ണ മോഷണം കടത്ത് നടക്കുന്നുണ്ട്. പക്ഷെ 3 എയർപോർട്ടുകളിലും സ്വർണ്ണക്കടത്ത് നടക്കുന്നത് ഒരു സാധാരണ കുറ്റകൃത്യവും. കരിപ്പൂരിൽ വരുമ്പോൾ അത് ദേശവിരുദ്ധ പ്രവർത്തനമാകുന്നത് എങ്ങനെയാണ്? അങ്ങനെ ദേശവിരുദ്ധ പ്രവർത്തനമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ നാടിനെ തന്നെ അപമാനിക്കുന്ന രീതിയിൽ ഒരു വലിയ ക്യാമ്പയിൻ നടത്തുകയും ആ ക്യാമ്പയിന് മുഖ്യമന്ത്രി തന്നെ ഭാഗമാവുകയും ഒരു ദിനപത്രത്തിൽ അദ്ദേഹം PR ഏജൻസി ഉപയോഗിച്ചുകൊണ്ട് അച്ചടിച്ചു വരികയും ചെയ്യുന്നു ഇല്ലേ? അവിടെ ഈരാറ്റുപേട്ടയിലൊരു സംഭവം നടന്നു. ഈരാറ്റുപേട്ടയിലൊരു സംഭവം നടന്നപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞതെന്താ? ആ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടവരെല്ലാം മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവരാണ്. BJPയുടെ മന്ത്രിമാർ, ആഭ്യന്തരമന്ത്രിമാർ പറയുമോ ഈ വാക്ക്? ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിക്ക് ഒരു കുറ്റകൃത്യത്തിൽ പങ്കെടുക്കുന്നവരുടെ മതം നോക്കി പ്രതികരിക്കാൻ കഴിയുമോ? അത് RSSന്റെ നയമാണ്. അത് നടപ്പാക്കിയത് പിണറായി വിജയനല്ലേ?
മുനമ്പത്ത് ഇത്രമാത്രം വലിയ വിഷയം നടന്നു. മുനമ്പത്ത് രണ്ട് സമൂഹങ്ങൾ തമ്മിൽ കലാപമുണ്ടാകാൻ കഴിയുന്ന രീതിയിലുള്ള ശക്തമായ കലാപത്തിനുള്ള വർഗീയ ഗൂഢാലോചനകൾ നടന്നു ഇല്ലേ? അവിടെ എന്തുകൊണ്ട് പിണറായി വിജയൻ ഇടപെട്ടുകൊണ്ട് അവിടെ അത് പരിഹാരമുണ്ടാക്കിയില്ല? ആ പരിഹാരമുണ്ടാക്കുന്നതിന് ആരെങ്കിലും തടസ്സമായിരുന്നോ? ട്രൈബ്യൂണലിലെ കേസിൽ കൊടുത്ത വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞു കൊടുത്തവരും പിന്നെ കിട്ടിയവനും പറഞ്ഞു ഇത് വഖഫല്ല, വഖഫാണെന്ന് കടുംപിടുത്തം പിടിച്ചതാരാ? വഖഫ് ബോർഡിന്റെ ചെയർമാൻ അല്ലെങ്കിൽ വഖഫ് ബോർഡ് മാത്രമാണ്. അത് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ്. എന്തിനു വേണ്ടിയാണ് 6-7 മാസക്കാലം BJPക്ക് വഖഫ് നിയമ ഭേദഗതി പോലും ഉപയോഗിച്ചുകൊണ്ട് ആ സമൂഹത്തിൽ വർഗീയത കലക്കുന്നതിനുള്ള സംഭവം ഉണ്ടായിക്കൊണ്ട് അവസാനം കമ്മീഷനെ വെച്ച് കണ്ടുപിടിച്ചതെന്താ? പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം ഇവരെ വിളിച്ച് കൂട്ടിയിരുത്തി സംസാരിക്കണം. ഞാൻ ചോദിക്കട്ടെ, അന്ന് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ UDFന്റെ പ്രവർത്തനമില്ലായിരുന്നെങ്കിൽ എത്രമാത്രം ആ വിഷയം വഷളാവുമായിരുന്നു? ഈ സമരം തുടങ്ങുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ, ആ മുനമ്പത്തെ പാവപ്പെട്ട മനുഷ്യരുടെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു കൊടുക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അതിന് ഒരു മുസ്ലിം സംഘടനയും എതിര് നിൽക്കില്ല എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെ സാഹിബും ഉൾപ്പെടെ മുസ്ലിം സമൂഹത്തിന്റെ നേതാക്കന്മാർ ഇവിടെ വന്ന് അരമനയിൽ വന്ന് ക്രിസ്തീയ പുരോഹിതന്മാരുമായി ചർച്ച നടത്തിയല്ലോ. ഏതെങ്കിലും ഒരൊറ്റ മുസ്ലിം സംഘടന കൊടി പിടിച്ച് ബാനർ പിടിച്ച് ആ സമരത്തിനെതിരായിട്ട് നടന്നോ? ആ പട്ടണത്തിൽ നടന്നോ? ഉണ്ടായിട്ടില്ലല്ലോ. ആരോ കുറച്ചുപേര് കേസ് പോയി എന്നുള്ളതിനപ്പുറം. അപ്പൊ അത്രമാത്രം അനുകൂല സാഹചര്യം ഉണ്ടായിട്ട് പോലും ആ മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ നടപടിയെടുക്കാഞ്ഞതെന്താ? ഇവരുടെ എല്ലാം ലക്ഷ്യം കേരളത്തെ വർഗീയതയിൽ മുക്കിക്കൊല്ലുക എന്നുള്ളതാണ്. ഇന്ന് AK ബാലൻ നടത്തുന്ന പ്രസ്താവനയ്ക്ക് സംരക്ഷണം കൊടുക്കുന്ന ആരാ? മുഖ്യമന്ത്രിയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പോലീസ് പൈലറ്റ് പോകുന്നതിന് മുമ്പ് വെള്ളാപ്പള്ളി പൈലറ്റ് പോവുകയാണ്. അവിടെ ചെന്ന് വർഗീയത കലക്കുകയാണ്. അദ്ദേഹത്തിന്റെ നാവിൽ സരസ്വതി വിളയാട്ടമാണ് ഇല്ലേ? മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ നാട് സരസ്വതി വിളയാട്ടമാണ്. അദ്ദേഹത്തെ കാറിൽ കയറ്റി നൽകുന്ന സന്ദേശം എന്താ? ഏതെങ്കിലും അത്രമാത്രം ബോധമില്ലാത്ത ഒരാളാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി? കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അറിയാലോ ആരെ കാറിൽ കയറ്റണം, ആരോട് ചിരിക്കണം, ആരോട് എതിർക്കണം എന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാലോ. ആരോട് കടക്ക് പുറത്തെന്ന് പറയണമെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാലോ. അപ്പോ വെള്ളാപ്പള്ളി നടേശൻ അത്രമാത്രം വിവാദങ്ങളിൽ നിൽക്കുമ്പോൾ കാറിൽ കയറ്റിയാൽ അത് താൻ സംരക്ഷിക്കുന്നതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരാളൊന്നുമല്ലല്ലോ മുഖ്യമന്ത്രി. അപ്പോ ആ കാറിൽ കയറ്റിയത് കൃത്യമായ സന്ദേശം ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആ വേദിയിൽ പറയുകയും ചെയ്തു. ഏതെങ്കിലും ഒരു നേതാവോ നേർക്കുനേർ അത്തരത്തിൽ പറയുന്നത് കേരളത്തിൽ ആദ്യവുമാണ്, അത് സ്വാഗതാർഹവുമാണ്. 30 സെക്കൻഡ് ഹാഷ്മി 30 സെക്കൻഡ്. AK ബാലൻ പറയുന്നത് എന്താ? 2012 മുതൽ നരേന്ദ്രമോദി പറയുന്ന ഈ രാജ്യത്തെ ഭൂരിപക്ഷ സമുദായത്തോട് ദാ നിങ്ങൾക്കൊരു ശത്രുവുണ്ട്, നിങ്ങൾക്കൊരു ശത്രു നിങ്ങളെ തീർക്കാൻ വരുന്നു, 85% വരുന്ന ഹിന്ദുക്കളെ തീർക്കാൻ ദാ കുറെ മുസ്ലിങ്ങൾ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഗുസ്പേട്ടിയുമായും അവരെ മറ്റും അധിക്ഷേപിച്ചുകൊണ്ട് ഒരു പൊതുശത്രുവിനെ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ രാജ്യത്ത് വർഗീയത ഉണ്ടാക്കാൻ നോക്കിയത്. കേരളത്തിൽ ഇന്ന് AK ബാലന്റെ പ്രസ്താവന അതല്ലേ? കേരളത്തിലെ ഭൂരിപക്ഷ സമൂഹത്തോട് നോക്കി പറയാൻ ദാ UDF അധികാരത്തിലേക്ക് വന്നാൽ ഇവിടെ മുസ്ലിം തീവ്രവാദികൾ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യും. എന്തിന്റെ അടിസ്ഥാനത്തിലാ? ഈ രാജ്യത്ത് 0.2% പോലും വോട്ടില്ലാത്ത ഈ വെൽഫെയർ പാർട്ടിയുടെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ ആഭ്യന്തരം പോലും കൈകാര്യം ചെയ്യുമെന്ന് പറയുന്നത് കേരളത്തിലെ ഹിന്ദുക്കൾക്ക് കൊടുക്കുന്ന സന്ദേശമാണ്. എന്താ സന്ദേശം? വെൽഫെയർ പാർട്ടി പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമി കേരളത്തിൽ മൊത്തത്തിൽ 3000 അംഗങ്ങളൊന്നും മൊത്തത്തിലുള്ളൂ. അത് 0.2% ഒന്നുമില്ല, അത്രയൊന്നുമില്ല. ഞാൻ എത്താം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.